ഇടതുപക്ഷവും സ്ത്രീകളോടൊപ്പമൂടെയാണ് ഞങ്ങൾ എന്ന് മുറവിളിക്കുന്ന പ്രതിപക്ഷവും ഇടതുപക്ഷത്തിന്റെയും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ 33% സംവരണം നിയമസഭയിലും പാർലമെന്റിലും സ്ത്രീകൾക്ക് 33% സംവരണം എന്നുള്ളത് എതിർത്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംവരണത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷം എടുത്തോളൂ എന്ന് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടും സംവരണം 50% വേണം എന്ന് പറഞ്ഞപ്പോൾ അത് നൽകാമെന്ന് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിട്ടും സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ഈ പ്രതിപക്ഷം ഈ ബില്ലിനെ അമ്പേ പരാജയപ്പെടുത്തുകയായിരുന്നു. നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ്, ഇന്ദിരയും സോണിയയും പ്രിയങ്കയും മാത്രം ആണ് സ്ത്രീരത്നങ്ങൾ. അവർ മാത്രം ശാക്തീകരിക്കപ്പെട്ടാൽ മതി. ഈ ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ, വനിതകൾ, അവരെല്ലാവരും ഇന്ന് ദരിദ്ര നാരായണികളായിട്ട് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ ശക്തമായി എതിർക്കുവാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നാരി സേ നാരായണി എന്ന മുദ്രാവാക്യം മുഴക്കി മോദി സർക്കാർ സ്ത്രീ ശാക്തീകരണം രാജ്യത്തിലുടനീളം നടത്തുമ്പോൾ കോൺഗ്രസും ഇടത് പാർട്ടികളും ചേർന്ന് ഈ പുരോഗമന ചിന്തകളെയും ഈ ആശയങ്ങളെയും തള്ളി മാറ്റുകയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ എന്നാൽ ഇന്നലെയാണെന്ന് വിളിച്ച കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്നാൽ അമ്മയാണ് എന്നുള്ളൊരർത്ഥവും കൂടി ഉണ്ട് എന്ന് കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുപ്പിലൂതിയും മണ്ണെണ്ണ അടുപ്പ് കത്തിച്ചും ആ പുക ശ്വസിച്ചും കഴിഞ്ഞവർക്ക് ഉജ്വൽ യോജനയിലൂടെ അവരുടെ ആരോഗ്യത്തിന്, അവരുടെ ക്ഷേമത്തിന്, അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉജ്വൽ യോജന വഴി അവസാനത്തെ വനിതയുടെ ഉന്നമനം സ്വപ്നം കണ്ടാണ് ഭാരതത്തില് വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള നടപടികൾ പ്രധാനമന്ത്രി കൈക്കൊണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, സരോജിനി നായിഡുവും ഉമാഭാരതിയും സുഷമ സ്വരാജും രാജമാതാ വിജയരാജയും സിന്ധിയും ആനയും എസ്ക്രീനും എല്ലാം നടത്തിയ ഈ വനിതാ മുന്നേറ്റത്തിന് തുടർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നൽകാനായിട്ടാണ് ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി സ്ത്രീകൾക്ക് നിയമസഭയിലും ലോകസഭയിലും 33% സംവരണം ഉറപ്പിലാക്കാൻ വേണ്ടി ഈ ബില്ല് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കാനായിട്ട് ഇവിടെ ഒത്തിരി പേര് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനുമുണ്ട്. ഈ പ്രയാണത്തെ തടുക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഭാരതത്തിലെ കോടാനുകോടി അമ്മമാരുടെയും സഹോദരിമാരുടെയും നിലനിൽപ്പിനായും